ചില പുതിയ വിശേഷങ്ങളോ സിനിമാ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി, ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ഇത് ഇന്നലെ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ വന്ന് നമ്മളോടൊരു കാര്യം പറയുകയുണ്ടായി. അപ്പോൾ ഒരു സഹായത്തിന് വേണ്ടിയുള്ളൊരു കാര്യമായിരുന്നു. ഇവിടെ അടുത്ത പുതുപ്പേര സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഇത് വന്ന് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ആ പെൺകുട്ടി നന്നായി പഠിക്കും, പക്ഷേ വീട്ടിലൊരു സിറ്റുവേഷനാണ് പറഞ്ഞത്. വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ് വീട്ടിൽ. അതായത് ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അനിയനും, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയനും ഉണ്ട്. അമ്മയില്ല. അപ്പോൾ അച്ഛൻ 2 കാലുകളും ഷുഗർ ബാധിച്ച് വല്ലാത്തൊരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ കാലിന് നടക്കാൻ പറ്റില്ല, എല്ലാം പഴുത്ത് വേറൊരു സിറ്റുവേഷനിലിരിക്കുകയാണ്. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും അവർക്കൊരു സാഹചര്യമില്ല, കാരണം അദ്ദേഹം ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ പെൺകുട്ടി ഉച്ചയ്ക്ക് പോയിട്ട് വേണം അച്ഛന് ഭക്ഷണം എടുത്തു കൊടുക്കാൻ. പക്ഷേ ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അച്ഛൻ്റെ ഒരു പെങ്ങളുണ്ട്. അപ്പോൾ അവർ ജോലിക്ക് പോയിട്ട് ഇടയ്ക്ക് ഇവർക്കുള്ള അരിയും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും അത്ര. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് വളരെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം അവരുടെ വീടിൻ്റെ മേൽക്കൂര തകർന്നു വീണു. ഇപ്പോൾ കിടക്കാൻ പോലും സ്ഥലമില്ല. മഴ പെയ്യുമ്പോൾ എല്ലാം കൊള്ളും. ഒരു വീടിൻ്റെ ഒരു ചെറിയ സൈഡിലൊരു ചായപ്പുണ്ട്. ഈ ചായപ്പിനകത്താണ് 2-3 പട്ടികളും ഈ പെൺകുട്ടിയും അവളുടെ അനിയനും ഈ അച്ഛൻ പെങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ചായപ്പിലാണ് കിടക്കുന്നത്. സാധനങ്ങളൊക്കെ ടാർപോളിന് വെച്ച് മൂടിയിട്ടുണ്ട്. സൈഡ് മറച്ച് ഒരു വിധത്തിൽ എന്തായാലും മഴ കൊള്ളും. ആ ഒരു സിറ്റുവേഷനിൽ കിടക്കുന്നൊരു അവസ്ഥ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ അത് എൻ്റെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ആരെങ്കിലുമൊക്കെ സഹായിക്കാനുള്ള സന്മനസ്സുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പോലെ നിങ്ങളും പലരോടും ഷെയർ ചെയ്യുമ്പോൾ അതിനുള്ള സന്മനസ്സുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയും. കാരണം അവർക്ക് ചെറിയ ചെറിയ പൈസകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും, അപ്പോൾ അവർ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവർ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. എങ്കിലും അതുകൊണ്ട് അവരുടെ നിത്യവൃത്തി കാര്യങ്ങളും അച്ഛൻ്റെ മരുന്നിനും മെഡിക്കൽ കോളേജിലൂടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ മരുന്നിനൊക്കെയാണ് തികയുന്നുള്ളൂ. അപ്പോൾ ആ വീടിന് മേൽക്കൂരയില്ലെങ്കിൽ ഇപ്പോൾ ഈ അസുഖങ്ങളും രോഗങ്ങളും വെള്ളം കെട്ടി നിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ആ വീടിനകത്ത് വല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് ഒരു വീട് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നൊരു പദ്ധതികൾ പലതും ഉണ്ടെങ്കിലും അതെല്ലാം ആയി വരാൻ വേണ്ടി സമയമെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയും നാളുകൾ ഇവർ ഈ ഒരു അവസ്ഥയിൽ കിടക്കേണ്ടി വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ അത് ഒരു നേരിട്ട് കണ്ട് ബോധിച്ചുകൊണ്ട് ആ പെൺകുട്ടിയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ അതിനുവേണ്ടി മുന്നോട്ട് വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. നേരത്തെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗോപിക എന്ന് പറയുന്ന ഒരു കുട്ടിയുടെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വിഷ്വലെല്ലാം വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം നമ്മളാൽ കഴിയുന്ന പോലെ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിന് രക്ഷയാകുമെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഫേക്ക് ബുക്ക് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇത്രയും കൂടുതൽ റെസ്പോൺസ്, ഇത്രയും കൂടുതൽ ഫ്രണ്ട്സിൻ്റെ ആത്മാർത്ഥമായ ഒരു സഹകരണവും എല്ലാവരുടെയും സപ്പോർട്ടും എന്ന് പറയുന്നത് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, ആ ഫാമിലിയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ സന്തോഷം ഞാൻ പറഞ്ഞു. എല്ലാവരും ഒരുപോലെ റെസ്പോണ്ട് ചെയ്യുകയും അവരെല്ലാവരും ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്തതിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൽ വലിയ സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ എല്ലാവരും അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ ചോദിക്കുമ്പോൾ ആ കുട്ടി മൈനറായതുകൊണ്ട് അവരുടെ പേരിലൊരു അക്കൗണ്ടൊന്നുമില്ല. അത് തുടങ്ങാൻ സമയമെടുക്കും. എനിക്കൊന്ന് മൺഡേ ഒക്കെ കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഫണ്ട് സ്വരൂപിച്ചിട്ട് എല്ലാവരുടെയും അറിയുന്ന പോലെ, മറ്റുള്ള ഇടനിലക്കാരൊന്നും ഇല്ലാതെ നേരിട്ട് ആ കുട്ടിയുടെ കയ്യിൽ എത്താവുന്ന രീതിയിൽ
അവിടെ എത്തിക്കാനുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ട് എൻ്റെ അക്കൗണ്ട് നമ്പർ എൻ്റെ കൂടെ വയ്ക്കാം. പിന്നെ അവരുടെ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ കുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടീച്ചറാണ്, പ്രീത എന്ന് പറയുന്ന ടീച്ചറാണ്. അവരുടെ നമ്പർ, ബാക്കിയുള്ള ഡീറ്റെയിൽസും അവിടുത്തെ കാര്യങ്ങളും അറിയാൻ വേണ്ടി അവരുടെ നമ്പർ ഞാൻ എൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും. എന്തായാലും എനിക്ക് വലിയ സന്തോഷം. കാരണം ഇത്രയും കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു പക്ഷേ ഇപ്പോഴായിരിക്കാം. ഞാൻ ഒരുപാട് ഇമോഷണലായി പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട് ഒരു കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു കാര്യം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വലിയ സന്തോഷം. എല്ലാവരും തുടർന്നും എല്ലാവർക്കും ഇതുപോലെ ചെയ്യാനുള്ള നന്മ, അല്ലെങ്കിൽ എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള ഇതുപോലുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടായതിൽ സർവേശ്വരൻ നിങ്ങളോട് അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്.